വഹുവൽ ഖായിൽ വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ആദ്യമായിട്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സ്തുതി അർപ്പിക്കുകയാണ്, അവന് നന്ദി പറയുകയാണ്. അവനാകുന്നു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിൽ എന്തൊരു നിഅമത്തുണ്ടോ, അനുഗ്രഹമുണ്ടോ, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇൽമിന്റെ പല സദസ്സുകളിലും ഇരിക്കാനും ഉപകാരപ്രദമായിട്ടുള്ള അള്ളാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, സലഫു സ്വാലിഹീങ്ങൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന മജ്ലിസുകൾ അതിലിരിക്കാനും അതിൽ പങ്കെടുക്കാനും നമുക്ക് സാധിക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ വലിയ ഒരു നിഅമത്ത് തന്നെയാണ്. സത്യത്തിൽ ഒമാനിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് നൽകുന്ന ആഴ്ചയിലുള്ള ഈ മുഹാദറ ശരിക്കും എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, മുമ്പ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം സഹോദരന്മാരായിരുന്നു. എന്നാൽ ഇന്ന് അവര് നമ്മളുടെ കൂടെ ഇല്ല. അവരിന്ന് ശരിയായ സലഫിയത്തിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചരിച്ചു പോയിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. നസ്അലുല്ലാഹ് സബാത്ത്. കാരണം അവര് പറയാറുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, നമുക്ക് ദർസൊന്നുമില്ല കേൾക്കാൻ, നമുക്ക് പള്ളികളൊന്നുമില്ല, ആരുതാ നമ്മൾ കേൾക്കാം. ഇതായിരുന്നു അവർക്ക് പോവാനുണ്ടായിരുന്ന ഒരു കാരണം. അതായത് യഥാർത്ഥ മൻഹജ് വിട്ടുപോവാൻ, ആദർശം വിട്ടുപോവാൻ അവർക്ക് പറയാനുണ്ടായ ഒരു കാരണം അതായിരുന്നു. എന്നാൽ സുബ്ഹാനല്ലാഹ് മുഖല്ലിബൽ അഹ്വാൽ, അവസ്ഥകൾ മാറ്റിമറിക്കുന്നവനായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് എങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത് അവസ്ഥ? ഇന്ന് എത്രയെത്ര പള്ളികളാണ്, എത്രയെത്ര മർക്കസുകളാണ്, എത്രയെത്ര പ്രഭാഷകന്മാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് അഹ്ലു സുന്നത്തിന് വെച്ചിട്ടുള്ളത്. എത്ര ആളുകൾ മാറി മാറി സംസാരിക്കുന്നു. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുക. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു അസ്സ വ ജല്ല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ദുനിയാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അവൻ ഈ ദുനിയാവിൽ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവന് വന്നു ഭവിക്കുന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. അല്ലാഹു തആല പറയാണ്, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അവർ വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അവർ പരീക്ഷിക്കപ്പെടില്ല എന്ന്? എന്നിട്ട് അല്ലാഹു തആല പറയുന്നതാണ്, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് സത്യസന്ധന്മാർ, ആരാണ് കള്ളം പറയുന്നവരെന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അതേ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, വലയഅലമന്നല്ലാഹു അല്ലദീന ആമനു വലയഅലമന്നൽ മുനാഫിഖീൻ. ആരാണ് വിശ്വസിച്ചവര്, ആരാണ് കപട വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഈ ദുനിയാവിൽ പരീക്ഷണം ഉണ്ടാവാന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യമാണ്. അത് നമ്മൾ വളരെ വിശദീകരിച്ച് തന്നെ മുമ്പേ ഉള്ള ഒരു മുഹാദറയിൽ സംസാരിച്ചു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞിട്ടുള്ള എന്താ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള എന്തിലാണ്? കബദിലായിട്ടാണ്. കബദ് എന്തുകൊണ്ടാണ്? എന്താണ് കബദ്? ഹസൻ റഹിമഹുല്ലാഹിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, യുകാബിദു മസായിബദ് ദുനിയ. അവന് ദുനിയാവിൽ മുസീബത്തുകൾ ഉണ്ടാവും, പല പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ പ്രയാസങ്ങൾ സഹിക്കേണ്ട രീതിയിലായിട്ടാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള യുക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട്. അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. ഇനി പാപങ്ങളില്ലാത്തവനാണെന്നുണ്ടെങ്കിൽ അവന്റെ ദറജ, അവന്റെ പദവി ഉയരുന്നതിനുള്ള കാരണമാണത്. ഇത് സാധാരണക്കാൾ വിശ്വസിച്ചു പോകുന്നതിനെതിരാണ് ഈ കാര്യം, അതിന് ഓപ്പോസിറ്റാണ്. കാരണം അവർ മനസ്സിലാക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞ പോലെ, വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. നാം അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയും അവരുടെ റിസ്ക് പിടിച്ചു വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ ഉപജീവന മാർഗം കുറച്ച് ഞെരുക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെന്തു പറയും? എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു. അതായത് ഇങ്ങനെയാണ് സാധാരണക്കാര് ഈ വിഷയത്തിനെ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല കാര്യങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്
പരീക്ഷണം എന്നുള്ളത് ഖൈറാണ്. പക്ഷെ അവൻ അത് മനസ്സിലാക്കുന്നില്ല. അത് അവന്റെ പാപങ്ങൾ മായ്ക്കാനുള്ള കാരണമാണ്, അവന്റെ ദർജകൾ ഉയരാനുള്ള കാരണമാണ് ബിഇദ്നില്ലാഹി തആല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദുനിയാവിൽ. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംസാര വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. جاء في حديث أبي هريرة رضي الله عنه عند الإمام البخاري في صحيح البخاري ومسلم قال رسول الله صلى الله عليه وسلم العين حق لو كان شيء سابق القدر لسبقته العين. തീർച്ചയായും കണ്ണേർ സത്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം ഖദറിനെ മുൻകടക്കുമായിരുന്നെങ്കിൽ കണ്ണേർ അതിനെ മുൻകടക്കുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമന്റെ നിവേദനത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളത് ഇപ്രകാരമാണ്: അൽ ഐനു ഹഖ്ഖുൻ വലൗ കാന ഷൈഉൻ സാബിഖൽ ഖദ്രി ലസബഖത്ഹുൽ ഐൻ. പിന്നെ അദ്ദേഹം പറയാണ്, അതിനുശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള നിവേദനമാണ് വഇദസ്തുഗ്സിൽതും ഫഗ്സിലു. നിങ്ങളോട് വുദൂ ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വുദൂ ചെയ്യുവിൻ. അപ്പോ കണ്ണേർ എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ ദീനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സഹാബത്തുകളുടെ അസറുകൾ കൊണ്ടും എന്തിന് ജാഹിലിയത്തിലുള്ള അറബികളുടെ പദ്യങ്ങളിൽ പോലും കണ്ണേർ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത് അക്ലാനികൾ, യുക്തിവാദികളെ പോലെയുള്ള അല്ലെങ്കിൽ ഫിലോസഫിക്കാർ പറയുന്നത് പോലെ ഇത് ഒരു യാഥാർത്ഥ്യമില്ലാത്ത ഒരു കാര്യമല്ല. മറിച്ച് ഇതിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് അത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള പോലെ ബുദ്ധിയില്ലാത്ത ഇവരെ ഇത് പറയുള്ളൂ. ഇതിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് അറിയപ്പെട്ടിട്ടുള്ളതാണ്, പ്രമാണങ്ങൾ കൊണ്ട് അത് അറിയപ്പെട്ട കാര്യമാണത്. അതല്ലാതെ ഇന്ന് നമ്മുടെ നാട്ടിലും പല ആളുകളും ഇതിനെ തള്ളിക്കളയുന്നത് വേറെ പേര് വിളിച്ചിട്ടാണ്. അവർ പറയും കരിനാക്ക്, ഇവന് ഭയങ്കര കരിനാക്കാണ്. ചിലപ്പോ അവന്റെ നാവിൽ ചിലപ്പോൾ എന്തെങ്കിലും കറുപ്പ് സ്പോട്ടുകൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അവന് പറയും ഇവന് കരിനാക്കാണ്, ഇവൻ പറയുന്നത് ഭയങ്കര സൂക്ഷിക്കണം, കണ്ണുകൊള്ളും, കണ്ണു തട്ടും, പെട്ടെന്ന് ശ്രദ്ധിക്കണം. അത് കരിനാക്കല്ല, അത് ഐനാണത്. നാവിലുള്ള കറുത്ത പുള്ളികളല്ല അത് ഐൻ ഉണ്ടാക്കുന്നത്. മറിച്ച് ഐൻ എന്താണ് ഇൻഷാ അല്ലാഹ് നമുക്ക്, കണ്ണേർ എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് അലൈഹിസ്സലാമിന്റെയും മക്കളുടെയും യൂസുഫ് നബിന്റെ ചരിത്രം പറയുന്ന സമയത്ത് സൂറത്ത് യൂസുഫിൽ പറഞ്ഞതായി കാണാം. യാക്കൂബ് അലൈഹിസ്സലാം പറയുകയാണ്, വഖാല യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ. എന്റെ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരേ എൻട്രൻസിലൂടെ എന്ത് ചെയ്യരുത്, പാസ് ചെയ്യരുത്, പ്രവേശിക്കരുത്. മറിച്ച് നിങ്ങൾ പലതരത്തിലുള്ള എൻട്രൻസുകളിലൂടെ, പല ബാബുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കുവാൻ എന്ന് യാക്കൂബ് അലൈഹിസ്സലാം തന്റെ മക്കളോട് ഉപദേശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം, മിസ്റിലേക്ക് അവർ പ്രവേശിക്കുന്ന സമയത്ത് ആ മിസ്റിന് 4 കവാടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോ യാക്കൂബ് അലൈഹിസ്സലാമിന് 11 മക്കളുണ്ട്. അതിൽ നമുക്കറിയാം, മക്കളാണെങ്കിൽ നല്ല ഭംഗിയുള്ള മക്കളുമാണ്. യൂസുഫ് അലൈഹിസ്സലാം എന്താണ്, അത്രയും ഭംഗിയുള്ള ഒരു നബിയായിരുന്നു. അപ്പോ ഈ 11 മക്കൾ എല്ലാവരും ഒറ്റ ഒരു ഉപ്പയുടെ മക്കളായിട്ട് ഇത്രയും ഭംഗിയുള്ള നല്ല കവിയായിട്ടുള്ള ഈ മക്കള് ഒരേ സ്ഥലത്തു കൂടെ ഒരുമിച്ച് പ്രവേശിക്കുന്ന സമയത്ത് ആ ഉപ്പ ഭയപ്പെട്ടത് എന്തായിരുന്നു, കണ്ണേറിനെ ആയിരുന്നു. അതുകൊണ്ടാണ് യാക്കൂബ് അലൈഹിസ്സലാം ഇപ്രകാരം പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്തിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളതാണ്, وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. കാഫിരീങ്ങളുടെ അവസ്ഥ പറയാണ്, അവര് ഖുർആൻ കേൾക്കുന്ന സമയത്ത് അവരുടെ ദൃഷ്ടികൾ കൊണ്ട് താങ്കളെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വഴുക്കി വീഴ്ത്തി ഇടമാറാകുമായിരുന്നു, അല്ലെങ്കിൽ ആയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനാണ്. അപ്പോ അവരുടെ ദൃഷ്ടികൾ കൊണ്ട് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വീഴ്ത്തിയിടാൻ വേണ്ടി പോകുന്നത്, അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, ദൃഷ്ടികൾ കൊണ്ട് ഇവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇമാം ബഗവി റഹിമഹുല്ലാഹ് പറഞ്ഞു, തഫ്സീറിൽ പറഞ്ഞതായിട്ട് കാണാം, ലയഈനൂനക ബിഅബ്സാരിഹിം, അതായത്
അവരവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ണേർ തട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ കാഴ്ചകൾ കൊണ്ട് വെറുതെ നോട്ടമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ ദൃഷ്ടി കൊണ്ടുള്ള വെറും നോട്ടമല്ല, മറിച്ച് കണ്ണേർ വന്ന് ഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കാരണം ആന യഈനു ഫഹുവ അൽ ആയിൻ വൽ മഈൻ. ആന യഈനു എന്ന് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണേർ വന്ന് തട്ടുന്നതിനാണ് പറയാ. അത് ആരിൽ നിന്നാണോ തട്ടിയിട്ടുള്ളത് അവന് ആയിൻ എന്ന് പറയും, ആരുടെ മേലാണോ പോയി തട്ടിയിട്ടുള്ളത് അതിന് മഈൻ, അവനെ മഈൻ എന്ന് പറയും. അപ്പോ ഇങ്ങനെ ഇമാം ബഗവി റഹിമഹുല്ലാ ഇതിൽ നിന്നും തെളിവെടുത്തതിന് ശേഷം പറയാണ് വഫീ ഹാദിഹിൽ ആയതി ദലീലുൻ അലാ അന്നൽ ഐന ഇസാബതുഹാ വതഅസീറുഹാ ഹഖ്ഖുൻ ബിഅംരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഈ ആയത്തില് തെളിവുണ്ട്. എന്തിന്? കണ്ണേർ എന്ന് പറയുന്നത് അത് ഭവിക്കുന്നതും അതിനുള്ള സ്വാധീനവും അത് സത്യമാണ് എന്നുള്ളത് ഈ ആയത്തിൽ തെളിവുണ്ട്. ഇമാം ബഗവി റഹിമഹുല്ലാ സലഫി ആയിട്ടുള്ള മുഫസ്സിറാണ്. അപ്പോ ഐൻ എന്ന് പറയുന്നത്, കണ്ണേർ എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ പല രീതിയിലും അതിനെ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കാം. അപ്പോ അതില് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദില് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. അദ്ദേഹം പറയാണ് വഹിയ സിഹാമുൻ തഖ്റുജു മിൻ നഫ്സിൽ ഹാസിദി വൽ ആയിൻ. കണ്ണെറിയുന്നവന്റെയും അസൂയ വെക്കുന്നവന്റെയും ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന അമ്പുകളാകുന്നത്. എവിടേക്കാണ് പുറപ്പെടുന്നത്? എവിടേക്കാണ് ആ അമ്പുകൾ ചെന്ന് പോയിക്കുന്നത്? നഹ്വൽ മഹ്സൂദി വൽ അൽ മഈൻ. കണ്ണേർ തട്ടപ്പെടുന്ന അസൂയ വെക്കപ്പെടുന്നവന്റെ നേരെ പോകുന്ന അമ്പുകളാണെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറയാണ് തുസീബുഹു താറതൻ വതുഖ്തിഉ താറതൻ ബിമസാബതി റമി അൽ ഹിസ്സി സവാ. അതായത് ഈ ഭൗതിക ലോകത്ത് ഒരുവൻ ഒരു അമ്പെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്, ചിലപ്പോൾ അത് തെറ്റിപ്പോകുന്നുണ്ട്. അതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ കണ്ണേർ എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫഹാദാ മിനൻ നുഫൂസി വൽ അർവാഹി വദാലിക മിനൽ അജ്സാദി വൽ അശ്ബാഹ്. എന്നിട്ട് പറയാണ് കണ്ണേർ എന്ന് പറയുന്നത് ഇവിടുന്നാണ്, ശരീരത്തിൽ നിന്നും റൂഹകളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ മറ്റേത് ശരീരങ്ങളിൽ നിന്നും, അതായത് ഒരു ശരീരത്തിൽ നിന്നും നമുക്ക് തൊട്ടുനോക്കാൻ പറ്റുന്ന ശരീരങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? അമ്പുകൾ വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഖദ് യഈനു റജുലു നഫ്സഹു വഖദ് യഈനു ബിഗൈരി ഇറാദതിഹി. ഒരു വ്യക്തി ചിലപ്പം അവന് തന്നെ കണ്ണേർ വന്നിട്ട് ഭവിപ്പിക്കും. സ്വന്തം കണ്ണേറി സ്വയം കണ്ണേർ വന്ന് തട്ടിക്കുന്നതിലേക്ക് കാരണമാവും അവൻ. അല്ലെങ്കിൽ അദ്ദേഹം പറയാണ് വഖദ് യഈനു ബിഗൈരി ഇറാദതിഹി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ചിലപ്പോ അവന് ഉദ്ദേശമില്ലാതെ പോലും ചിലപ്പോ എന്ത് ചെയ്യും? അവനിൽ നിന്നും കണ്ണേർ സംഭവിക്കും. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു പോവാം. അപ്പോ കണ്ണേർ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അത് അറിയിക്കുന്ന പല സംഭവങ്ങളും ഖുർആനിലും സുന്നത്തിലും സലഫുകളുടെ അസറുകളിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്രകാരം നമ്മളെ അറിയിച്ചു തരുന്ന ഏതാനും കാര്യങ്ങളിൽ പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള ഹദീസുകൾ. അത് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസില് ഇമാം അബൂദാവൂദ് ത്വയാലിസി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ, ഇമാം അൽ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി. ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അക്സറു മൻ യമൂതു മിൻ ഉമ്മത്തി. എന്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ബഅദ ഖദാഇല്ലാഹി വ ഖദരിഹി. അല്ലാഹുവിന്റെ ഖദാക്കും ഖദറിനും ശേഷം, അല്ലാഹുവിന്റെ നിർണയത്തിന് ശേഷം. അത് എന്തുകൊണ്ടാണ്? ബിൽ ഐൻ. അത് കണ്ണേർ കൊണ്ടാണ്. ചില നിവേദനത്തിൽ വന്നു ബിൽ അൻഫുസ്, ഒരേ അർത്ഥമാണ്. കണ്ണേർ കൊണ്ടാണ് എന്റെ ഉമ്മത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത്. യാ സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം അക്സറു മൻ യമൂത്ത്, ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത്. അപ്പോ ഈ ഒരുപാട് ആളുകളുടെ മരണത്തിലേക്ക് എത്തിക്കുന്ന കാരണമാണ് എന്ത്? ഈ കണ്ണേർ. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എന്ത് നേരത്തെ തന്നെ ഒരാൾ മരിക്കണമെന്നില്ല കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ. പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള എന്താണ്? ചിലപ്പോൾ ഒരു വ്യക്തി രോഗിയാവുന്നത് കണ്ണേർ കൊണ്ടായിരിക്കും. ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ പെട്ടെന്നുണ്ടാവും രോഗിയാവുന്നത്. എന്നിട്ട് പറയാണ് ഇവിടെ മുഴ വന്നു, അല്ലെങ്കിൽ അവിടെ പൊട്ടൽ സംഭവിച്ചു, ഇവിടെ അങ്ങനെയായി ഇങ്ങനെയായി. അവൻ ഒരു പ്രശ്നമില്ലാത്ത ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുന്നു. എന്നിട്ട് അവന് ഇവിടെ വേദന, അവിടെ പ്രശ്നം. അതിനൊക്കെ പ്രധാന കാരണം ഒരു പക്ഷെ എന്തായിരിക്കും? ഈ കണ്ണേറായിരിക്കും. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല, അത് അറിയുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഹദീസിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് മരണപ്പെടുന്നത്. അപ്പൊ എന്താണ്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മുസ്ലിമീങ്ങളുടെ മഖബറുകൾ എടുത്തു നോക്കാം, ഈ ഖബർസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, അൽ ഐനു തുദ്ഖിലു റജുലൽ ഖബ്റ വൽ ജമലൽ ഖിദ്റ. കണ്ണേർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കും, അതുപോലെ തന്നെ ഒട്ടകത്തിനെ പാചകം ചെയ്യുന്ന പാത്രങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും. അതെങ്ങനെയാണ്? ഇത് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ തന്നെ ഹദീസിൽ ഇമാം അബൂ നുഐം റഹിമഹുല്ലാഹ് ഹിലിയയിൽ ഉദ്ധരിച്ചിട്ടുള്ള, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാക്കിയിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അതെങ്ങനെയാണ് ഒരു വ്യക്തിനെ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുന്നത്? പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വ്യക്തിക്ക് കണ്ണേറ് ബാധിക്കും, അങ്ങനെ അവൻ ശക്തമായ അവന് രോഗിയായിട്ട് മാറും, അവന് മാറാ രോഗം ബാധിക്കും, പിന്നീട് അവൻ പെട്ടെന്ന് മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ അവസാനം അവൻ മരിച്ച് അവൻ ഖബറിലെത്തും. എങ്ങനെയാണ് ഒട്ടകത്തിനെ പാചകം ചെയ്യുന്ന പാത്രങ്ങളിലേക്ക് എത്തിക്കുന്നത്, ചെമ്പുകളിലേക്ക് എത്തിക്കുന്നത്? എങ്ങനെയാണ്? കണ്ണേറ് ബാധിക്കും, ഒട്ടകത്തിന് കണ്ണേറ് ബാധിക്കുകയും അങ്ങനെ അത് ചത്തുപോകുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അതിന്റെ ഉടമസ്ഥൻ അതിനെ പെട്ടെന്ന് തന്നെ അറുത്തിട്ട് അതിനെ പീസ് പീസാക്കിയിട്ട് എന്ത് ചെയ്യും, അതിനെ വിൽക്കുകയോ അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് പാചകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. സുബ്ഹാനല്ലാഹ്. അപ്പോ എത്രയോ അപകടം പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കണ്ണേർ എന്ന് പറയുന്ന കാര്യം. അതുപോലെ കണ്ണേറിന്റെ അപകടത്തിൽപ്പെട്ടതാണ്, ഒരു വ്യക്തിക്ക് കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ അവന് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും, അതായത് മലകൾ പോലെ ബിൽഡിങ്ങുകൾ പോലെ അങ്ങനെ വലിയ വലിയ ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും അവന് വീണു പോവാൻ കണ്ണേർ കാരണമാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറയുകയുണ്ടായി, ഇന്നൽ ഐന ലതൂലഉ റജുല ബിഇദ്നില്ലാ ഹത്താ യസ്അദ ഹാലിഖൻ സുമ്മ യതറദ്ദാ മിൻഹു. തീർച്ചയായും കണ്ണേർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ഒരു വ്യക്തിയെ അവൻ എന്ത് ചെയ്യും, വലിയ ഒരു സ്ഥാനങ്ങളിലേക്ക്, അതായത് ഹൈറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അവനെ കയറ്റുന്നതാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുക? സുമ്മ യതറദ്ദാ മിൻഹു. എന്നിട്ട് അവൻ അതിനും ആ ഹൈറ്റുള്ള സ്ഥലത്ത് നിന്നും അവൻ വീണുപോകും. അപ്പൊ ഇത് കണ്ണേറിൽ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന സംഭവമാണ്. ഇപ്പോ ഇങ്ങനെ പലപ്പോഴും ബാധിക്കുന്ന കേസുകളാണെന്ത്, ഈ ബിൽഡിങ്ങുകളിലൊക്കെ പണിയെടുക്കുന്ന പണിക്കാര്, കൽപ്പണിക്കാരെ പോലുള്ള ആളുകള്, പെയിന്റ് അടിക്കുന്ന ആളുകളെ പോലുള്ള ആളുകള്, അവരൊക്കെ ചില സമയത്ത് ഒരു പ്രശ്നവും ഇല്ലാതെ ജോലി ചെയ്യുന്ന സമയത്ത് വീണു പോയിട്ട് മരിച്ചു എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾ ബിൽഡിങ്ങിൽ നിന്നും മുകളിൽ നിന്നോ എന്ത് ചെയ്യും, വീണുപോകും ഒരു കാരണമില്ലാതെ. നമ്മൾ പറയുന്നത് അശ്രദ്ധ മൂലം എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു കാരണമില്ലാതെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഹൈറ്റിൽ നിന്ന് വീണോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള സംഭവമാണത്. അത് കണ്ണേർ ബാധിച്ചിട്ട് സംഭവിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അപ്പോ ഈ ഖദർ എന്ന് പറയുന്നത് എന്താണ്, വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതിന്റെ അപകടം അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള ഹദീസിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, ലൗ കാന ശൈഉൻ സാബിഖൽ ഖദർ ലസബഖതുൽ ഐൻ. ഖദറിനെ മുൻകടക്കുന്ന കാര്യമാണത്. അതായത് ഖദറിലുള്ള കാര്യത്തിനെ പോലും മുൻകടക്കുന്ന കണ്ണേർ കാരണത്താൽ എന്ത് ചെയ്യും, അത് മുൻകടന്നിട്ട് അത് സംഭവിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്നിട്ടുള്ള ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണത്. അപ്പോൾ വളരെ അപകടം പിടിച്ച കാര്യമാണ്, യാതൊരു സംശയമില്ല. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട്. അതായത് ഒരു വ്യക്തി കണ്ണേർ കാരണം ഒരു വ്യക്തിയിൽ നിന്നും കണ്ണേർ സംഭവിച്ചിട്ട് കണ്ണേർ ഉണ്ടായിട്ട് വേറെ ഒരുത്തൻ മരിച്ചുപോയി. അത് എങ്ങനെയാണ് പിന്നെ അതിനെടുക്കുക? അത് അവൻ മനഃപൂർവ്വം കൊന്നതാണോ? അവിടെ അവന്റെ വിധി മനഃപൂർവ്വം കൊന്നതിന്റെ അവസ്ഥ ആണോ? കിസാസിലേക്ക് എത്തുമോ? അതല്ല അവന് അറിയാതെ സംഭവിച്ചിട്ടുള്ള കൊലപാതകമാണോ അത് എന്നുള്ള രീതിയിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. അൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് മുവത്തയിലും ഇബ്നു മാജ റഹിമഹുല്ലാഹ് സുനനിലും ഉദ്ധരിച്ചിട്ടുള്ള കണ്ണേറിന്റെ വിഷയം പറയുന്ന സമയത്ത് കൂടുതലും പരാമർശിക്കുന്ന ഒരു ഹദീസാണ് അബൂ ഉമാമ ബിൻ സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു. അബൂ ഉമാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉപ്പയായിട്ടുള്ള സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, മർറ ആമിർ ബിൻ റബീഅ ബിസഹൽ ബിൻ ഹുനൈഫ് വഹുവ യഗ്തസിൽ. ഒരു നിവേദനത്തിൽ വന്നിട്ടുള്ള എന്താണ്, ആമിർ ബിൻ റബീഅ എന്ന് പറയുന്ന സ്വഹാബി സഹൽ ബിൻ ഹുനൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഈ അബൂ ഉമാമന്റെ ഉപ്പ സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ പാസ് ചെയ്യുകയാണ്. അപ്പൊ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ? വഹുവ യഗ്തസിലു, അദ്ദേഹം കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വകാന റജുലൻ അബിയദ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? വെളുത്ത
തൊലിയുള്ള, ഇത് വെളുത്ത നിറമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹസനൽ ജിൽദ്, നല്ല ശരീരഭംഗിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ചില നിവേദനത്തിൽ വന്നിട്ടുള്ളത് എന്താണ്, അവര് രണ്ടുപേരും കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ജുബ്ബ അഴിച്ചു വെക്കുകയും ഈ ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്ക് നോക്കുകയും ചെയ്യും. എന്നിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെ ആമിർ ബിൻ റബിയ റളിയല്ലാഹു അൻഹു പറയും, ലം അറാകൽ യൗമി വലാ ജിൽദ അദ്റ, ഇത് ഞാൻ ഇന്ന് കണ്ടതുപോലെയുള്ള ഈ ഒരു കാഴ്ച, ഇതുപോലെ ഇത്രയും ഭംഗിയുള്ളത് ഞാനൊരു കന്യക സ്ത്രീയിൽ പോലും കണ്ടിട്ടില്ല. അതായത് വീട്ടിലൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന, പുറത്തേക്കൊന്നും പോവാത്ത, വെയിലൊന്നും തട്ടാത്ത പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഇന്നത്തെ പോലത്തെ സ്ത്രീകളല്ല. പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന അതുപോലെയുള്ള ഒരു സ്ത്രീനെ നമ്മൾ കണ്ടിട്ടില്ല. ഇതുപോലെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലതിൽ വന്നിട്ടുള്ള എന്താണ്, മുഹബ്ബ, അതായത് അങ്ങനെ ഒളിപ്പിച്ചു വെക്കപ്പെട്ടിട്ടുള്ള, അത്രയും വീടിന്റെ ഉള്ളിൽ കഴിയുന്ന ഒരു സ്ത്രീനെ പോലെ അത്രയും വെളുത്തിട്ടുള്ള ഇതുപോലെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അപ്പൊ എന്താണ് സംഭവിച്ചത്? സഹലുൻ, അപ്പോ തന്നെ എന്ത് ചെയ്യും, സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വഅക്ക് സംഭവിക്കും. വഅക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു ശക്തമായിട്ടുള്ള പനി വന്നിട്ട് അദ്ദേഹം വീണുപോയി. ഭയങ്കര വിറയലും ശക്തമായിട്ടുള്ള പനിയും. ചിലർ പറഞ്ഞു വയറിന് ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടായി അദ്ദേഹത്തിന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഈ കാര്യം അറിയിക്കുകയും ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വരികയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ഥലത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, സഹൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് അടിച്ചിട്ട് എന്ത് പറയും, അല്ലാഹുമ്മ അദ്ഹിബ് അൻഹു ഹർറഹ വബർദഹ വവസബഹ, അല്ലാഹുവേ അവനെ തൊട്ടുള്ള ആ ചൂടും തണുപ്പും അവനുള്ള പ്രയാസവും, അതായത് ആ രോഗവും നീ മാറ്റിക്കളയണമേ എന്ന് അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെടും. ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, അലാമാ യഖ്തുലു അഹദുക്കും അഖാ, നിങ്ങൾ എന്തിനാണ് നിങ്ങളിൽ ഒരുവൻ നിങ്ങളുടെ സഹോദരനെ കൊല്ലുന്നത്? യഖ്തുൽ എന്നാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്. കണ്ണേറ് അത്രയും ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ കാരണം ഒരാൾ മരിക്കുന്നതിലേക്കാണ് എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് നിങ്ങളിൽ ഒരാൾ അവന്റെ സഹോദരനെ കൊല്ലുന്നത്? എന്നിട്ട് ചോദിക്കും, അല ബറക്ത, നിനക്ക് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തൂടെ, അല്ലാഹുമ്മ ബാരിക് എന്ന് പറഞ്ഞൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പഠിപ്പിച്ചു തരാണ്, ഇദാ റഅ അഹദുക്കും മിൻ അഖീഹി ഔ മിൻ നഫ്സിഹി ഔ മിൻ മാലിഹി മാ യുഅജിബുഹു ഫൽയുബർരിക്ഹു ഫഇന്നൽ ഐന ഹഖ്ഖുൻ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ സഹോദരനിലോ തന്റെ സ്വന്തത്തിലോ അല്ലെങ്കിൽ അവന്റെ സമ്പത്തിലോ എന്തെങ്കിലും അവന് ആശ്ചര്യപ്പെടുന്ന കാര്യം എന്തെങ്കിലും അവന് കണ്ടു കഴിഞ്ഞാൽ അവൻ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അല്ലാഹുമ്മ ബാരിക് എന്ന് അവൻ പ്രാർത്ഥിക്കട്ടെ. കാരണം ഐൻ എന്ന് പറയുന്നത് സത്യമാണ്, കണ്ണേറ് സത്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് വുദു എടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും സഹൽ റളിയല്ലാഹു അൻഹുവിനോട് അതിൽ നിന്ന് കുളിക്കാൻ കൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സഹൽ റളിയല്ലാഹു അൻഹു അങ്ങനെ കുളിച്ചതിന് ശേഷം ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്ര ഗൗരവമേറിയിട്ടുള്ള ഒന്നാണ് ഈ കണ്ണേർ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ അതിന്റെ അപകടത്തിൽപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ മേലുള്ള അതിന്റെ സ്വാധീനം. കുട്ടികളുടെ മേല് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് കണ്ണേർ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയോട് ചോദിക്കും, മാലി അറാ അജ്സാമ ബനി അഖി ضارعة تصيبهم الحاجة, ഞാൻ എന്താണ് എന്റെ സഹോദരൻ, അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ് ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളെ ഞാൻ എന്താണ് ഇങ്ങനെ കാണുന്നത്, അവർക്കൊക്കെ എന്തോ ഒരു പട്ടിണി ബാധിച്ചതുപോലെ വിശപ്പ് കൂടുതലായിട്ട് അവർ ഭക്ഷണമൊന്നും കഴിക്കാത്ത എന്താണ് അവർ ഇത്രയും മെലിഞ്ഞു പോയത് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അസ്മാ റളിയല്ലാഹു അൻഹ പറയും, ലാ, അവർക്ക് ഈ പട്ടിണിയോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ ഒന്നും ബാധിച്ചതല്ല, വലാകിൻ അൽ ഐന തുസ്രിഉ ഇലൈഹിം, മറിച്ച് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അവർക്ക് കണ്ണേറ് ബാധിച്ചതാണ്. ആ കണ്ണേറ് ബാധിച്ചത് കാരണത്താൽ അവർ മെലിഞ്ഞു പോയതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയും, ഇർഖീഹിം, നീ അവരെ റുഖ്യ ചെയ്യ്, നീ അവരെ മന്ത്രിക്ക്, ഈ ബാധിച്ചിട്ടുള്ള കണ്ണേറിൽ നിന്നും നീ അവരെ മന്ത്രിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ കണ്ണേറിന്റെ അപകടത്തിൽപ്പെട്ടതാണ് ബറക്കല്ലാഹു ഫീക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കണ്ണേറിൽ നിന്നും രക്ഷ തേടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുക, ഒരു കാര്യം
അതിന്റെ തിന്മ കൊണ്ടല്ലാതെ, അതിന്റെ ഷെറ് കൊണ്ടല്ലാതെ രക്ഷ തേടാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ സുനൻ ഇബ്നു മാജയിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിനൽ ഐൻ, കണ്ണേറിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട്, അല്ലാഹു തആലയോട് നിങ്ങൾ രക്ഷ ചോദിക്കുക. ഫഇന്നൽ ഐന ഹഖ്ഖുൻ, കാരണം തീർച്ചയായും കണ്ണേറ് സത്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞതിൽ നിന്നും സാധാരണയായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? പല ആളുകളും പിന്നെ മുവസ്വിസുകളായിട്ട് മാറും. അപ്പൊ കണ്ണേർ 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 എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യും? അധികമായിട്ടുള്ള വസ്വാസിനെ ചില ആളുകൾക്ക് ബാധിക്കും. പിന്നെ അവര് മുവസ്വിസുകൾ, വസ്വാസുള്ള ആളുകളായിട്ട് മാറും. അങ്ങനെ ആവരുത്. കാരണം വസ്വാസ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്, കണ്ണേർ സംഭവിക്കുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ള അപകടങ്ങളിൽ നിന്നും നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്ത്, എനിക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ണേറാണ്. ഇപ്പൊ ഷെയ്ഖുന അബൂബിലാലിനോട് ഒരിക്കൽ ഒരു വ്യക്തി ചോദ്യം എഴുതിയ സമയത്ത് ചോദിച്ചതാണ്, എന്റെ വീട്ടിലെ ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ട് മതിലിലൂടെ, മതിലിലൂടെ ഉറുമ്പുകൾ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ അതിനെ റുക്ക് ചെയ്യണമെന്ന് വെച്ചത്. അപ്പൊ ഷെയ്ഖ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും പിടിച്ചിട്ട് കണ്ണേറാക്കല്ലേ. എന്താണ്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തി ചില ആൾക്കാർ. അപ്പൊ ചില ആളുകൾ വെറുതെ ഇരിക്കും, എന്നിട്ട് പറയും എനിക്ക് കണ്ണേർ തട്ടി, എനിക്ക് തീരെ വയ്യ, എനിക്ക് അസുഖമാണ്. അവനെന്താ ഒരു കാരണമില്ല, എന്നിട്ട് വെറുതെ. ചില അതിപ്പോ തുല്ലാബുകൾക്ക് പോലും സംഭവിക്കുന്ന കാര്യമാണ്. ചില പറഞ്ഞ് എനിക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ആള് മടിയനാണ്, ആള് അത്രയും ഇഹ്മാല് നടത്തുന്ന, വീഴ്ച വരുത്തുന്ന ഒരുത്തനാണ്. എന്നിട്ട് അവൻ പറയാൻ എനിക്ക് കണ്ണേർ തട്ടി, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള എന്താണ്, തുല്ലാബുൽ ഇൽമിന്റെ ഇടയിൽ പോലും ചില ആളുകളിൽ സംഭവിക്കുന്ന കാര്യമാണത്. അപ്പൊ അങ്ങനെ സംഭവിക്കരുത്. ആ സംഭവിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഇരുന്നു പോകരുത്. മറിച്ച് നമ്മൾ അതിനെ ചികിത്സ നടത്തി അത് മാറ്റുന്നതിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉത്സാഹം കാണിക്കേണ്ടത്. പണ്ഡിതന്മാർ ബാറക്കല്ലാഹു ഫീക്കും. അപ്പോ എല്ലാ കാര്യങ്ങളും കണ്ണേറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണേർ പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുക? പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ചില അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ചില അടയാളങ്ങൾ. ബാറക്കല്ലാഹു ഫീക്കും. അതിൽ പെട്ടതാണ്, ഒരു വ്യക്തിയോട്, കണ്ണേർ ബാധിച്ചിട്ടുള്ള വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത്, അവനോട് ആ സംസാരിക്കുന്ന സമയത്ത് അവന്റെ ശ്രദ്ധ വേറെ എവിടെയോ ആയിരിക്കും. അതായത് സാധാരണ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. എന്നാൽ അവന് കണ്ണേർ ബാധിച്ചതിന് ശേഷം അവൻ എന്താവും അവന്റെ അവസ്ഥ? അവനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവൻ വേറെ ഏതോ ലോകത്തായിരിക്കും. അവൻ ഈ സംസാരിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവുക, അവന് വേറെ ഏതോ ലോകത്തെത്തിപ്പോയിട്ടുണ്ടാവും. ഇത് കണ്ണേറ് തട്ടിയാൽ ഉണ്ടാവുന്ന ഒരു അടയാളമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊരു അടയാളത്തിൽ പെട്ടതാണ് കസ്റത്തു തസാഉബ്, അധികമായിട്ടുള്ള കോട്ടുവ. എപ്പോഴും കോട്ടുവ ഇടുന്ന അവസ്ഥ ഉണ്ടാവാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്, ഉറങ്ങിയ ഒരു വ്യക്തിയാണ്, ഉറക്കമൊക്കെ അത്യാവശ്യം ഉറങ്ങിയിട്ടുള്ള, അല്ലാണ്ട് രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിട്ട് കോട്ടുവ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കണ്ണേറ് തട്ടി എന്ന് പറയരുത്. മറിച്ച് ഉറക്കമൊക്കെ കറക്റ്റ് എടുത്തിട്ടുള്ള, കറക്റ്റ് ഉറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുക, എപ്പോഴും കോട്ടുവ ഇട്ടുകൊണ്ടിരിക്കുക. ഇത് പണ്ഡിതന്മാരെന്താണ് ഒരു അടയാളമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണെന്ത്, ആഖിറുൽ ഫഖറ, ശരീരത്തിലെ നട്ടെല്ലിലെ ഏറ്റവും താഴെ ഭാഗത്ത് എന്ത് സംഭവിക്കുക, വേദനകൾ വരിക. അത് പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ കണ്ണേർ തട്ടിയതിന്റെ അടയാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എന്തെങ്കിലും തട്ടിയതിന് ശേഷമുള്ള വേദന അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരാൾ വീണുപോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു പോയി, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇടിച്ചു, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ അവിടെ വേദന വരാന്നുള്ളതാണ് അടിസ്ഥാനം. അതല്ലാതെ എന്ത് ചെയ്യുക, ഒരു കാരണമില്ലാതെ എന്ത് ചെയ്യുക, അടിഭാഗത്ത് എന്ത് ചെയ്യുക, വേദന വരാം, അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ നട്ടലിന്റെ അടിഭാഗത്ത് വേദന വരാന്ന് പറയുന്നത് എന്താണ്, പണ്ഡിതന്മാര് കണ്ണേർ തട്ടിയാലുള്ള അടയാളമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ മറ്റൊരു അടയാളമാണ് എന്ത്, ഒരു വളരെ താല്പര്യം ഉണ്ടായിരുന്ന ഒരു കാര്യം, വളരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യത്തിനോട് തീരെ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക. അതായത് മുമ്പത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവന് നല്ല, അതിൽ ഭയങ്കര ഹെർസ്, താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അവൻ എന്താണ്, അത് തീരെ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിനോട് ഒരു വെറുപ്പ് തോന്നുന്ന ഒരവസ്ഥ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ഒരാളാണ്, നല്ല പണി അറിയുന്ന ഒരു വ്യക്തി. അപ്പൊ അയാൾ അത്രയും കണ്ണിങ് ആയിട്ട് പണിയെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കെ പിന്നെ അയാളിൽ എന്ത് സംഭവിക്കുക, അയാൾക്ക് വർക്ക്ഷോപ്പ് കാണുമ്പോൾ തന്നെ തീരെ ഇഷ്ടമില്ലാതെ, പണിയോട് ഒരു താല്പര്യമേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്താം. അല്ലെങ്കിൽ തുല്ലാബുകളുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നല്ലോണം പഠിച്ചിരുന്ന ഒരു വ്യക്തി, നല്ലോണം ഖുറാനൊക്കെ ഹിഫ്ളാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ആക്കിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഹദീസുകൾ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്ന
ഒരു താലിബിൽ നിന്ന് എന്ത് സംഭവിക്കുക, അവന് തീരെ തുറക്കാൻ പോലും പറ്റുന്നില്ല, അവന് കിതാബുകൾ ഒരു പേജ് പോലും വായിക്കാൻ പറ്റുന്നില്ല, അവന് ഹദീസുകൾ ഹിഫ്ലാക്കാൻ പറ്റുന്നില്ല, ഖുർആൻ ആയത്തുകൾ എന്ത് ചെയ്യുന്നില്ല, അവന് ഹിഫ്ലാക്കി പോകാൻ പറ്റുന്നില്ല. ഇത് എന്തിനു ഭയപ്പെടണം? ഇത് കണ്ണേറാണോ എന്ന് ഭയപ്പെടണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മടിയനായിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ വീഴ്ച വരുത്തുന്ന ഒരു താലിബോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, നല്ല പഠിച്ചിരുന്ന ചില ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതൊക്കെ പണ്ഡിതന്മാര് അടയാളങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽപ്പെട്ട അവസാനത്തെ ഒരു അടയാളമാണ് വളരെ പ്രധാനപ്പെട്ട അടയാളം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫീൽഡിലുള്ള ആളുകൾക്ക്, അതായത് ഓരോ ഫീൽഡും, ഇപ്പൊ ഡോക്ടർ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിലാളുകൾ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള മെക്കാനിക്കൽ ഫീൽഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ അഗ്രഗണ്യരായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. ഇത് വളരെ വലിയൊരു അടയാളമാണ്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഡോക്ടർമാരുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, എന്ത് പണ്ഡിതന്മാരോട് ചോദിക്കപ്പെടുന്ന കാര്യമാണ്. ചില ആളുകൾക്ക് അസുഖമുണ്ടായിട്ട് അവര് പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തും, പല ഡോക്ടറുകളെ മാറി മാറി കാണിക്കും, പല സ്കാനുകൾ അവർ ചെയ്യും, MRI ചെയ്യും, എക്സ്റേ ചെയ്യും, അങ്ങനെ പല രീതിയിലുള്ള സ്കാനുകളും മെഡിസിൻസും ഒക്കെ അവരെടുത്ത് നോക്കും. എത്ര നോക്കിയിട്ടും എന്തില്ല, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇപ്പോ നല്ല ഒരു മെക്കാനിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കാറാണെന്ന് വിചാരിക്കുക. കാരണം എന്താണ്, ജമാദാത്തുകൾക്കും എന്തെങ്കിലും കണ്ണേറ് സംഭവിക്കും. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ജീവനില്ലാത്ത കാര്യങ്ങൾക്കും എന്ത് ചെയ്യും, വാച്ചായിക്കോട്ടെ, ഫോണായിക്കോട്ടെ, കാറായിക്കോട്ടെ, അതിനൊക്കെ കണ്ണേറ് സംഭവിക്കും. അതിനെന്ത് ചെയ്യാം, റുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഒരു മെക്കാനിക് ആയിട്ടുള്ള വർക്ക്ഷോപ്പിലുള്ള ആൾക്ക് എന്ത് മനസ്സിലാവുന്നില്ല, എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ, ഇത് ഏറ്റവും വലിയ അടയാളമാണ്. അത് കണ്ണേറാണെന്നുള്ളതിന് ഏറ്റവും വലിയ അടയാളമാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോ കണ്ണേർ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, സ്വന്തത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്താ പറഞ്ഞത്, സ്വന്തത്തിൽ പോലും എന്ത് ചെയ്യും, ഒരുവന് സ്വന്തത്തിൽ തന്നെ കണ്ണേർ സംഭവിക്കും. മിൻ നഫ്സിഹി, പിന്നെ അവന് ചിലപ്പം സ്വന്തം കുട്ടികൾക്ക് കണ്ണേർ ബാധിക്കാൻ കാരണം മാതാപിതാക്കളായിരിക്കും. എത്ര കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഹാമിയിൽ സംഭവിച്ചിട്ടുള്ള, ഷെയ്ഖുന അബൂബിലാലിന്റെ മർക്കസിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒരു വ്യക്തിക്ക് എങ്ങനെ നോക്കിയിട്ടും ഭയങ്കരമായ അസുഖങ്ങള്. അപ്പൊ അവിടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഹുന അലിൽ ഹദ്ദാദിയാണ് ഹഫിദുല്ലാ, അദ്ദേഹം സ്വപ്നമൊക്കെ വ്യാഖ്യാനിക്കുന്ന ഇതിലൊക്കെ നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണ്, അദ്ദേഹമായിരുന്നു അബൂ സാബിർ ബൈദാനിയാണോ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അദ്ദേഹം പറയുന്നത്, മാതാപിതാക്കളോട് വുദു എടുത്തിട്ട് എന്ത് ചെയ്യും, ആ കുട്ടീന്റെ ശരീരത്തിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അത് ചെയ്യുകയോ ആ കുട്ടീന്റെ അസുഖം തന്നെ മാറിപ്പോകും. സുബ്ഹാനല്ലാഹ്. അപ്പോ സ്വന്തം കുട്ടിക്ക് ആ വിപത്ത് മുസീബത്ത് ബാധിക്കാൻ കാരണമായിട്ടുള്ളത് മാതാപിതാക്കളുടെ അശ്രദ്ധയാണ്. അങ്ങനെ എന്ത് സംഭവിച്ചു, ആ കുട്ടിക്ക് ആഫിയത്ത് ലഭിച്ചു, വലില്ലാഹിൽ ഹംദ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം, സ്വന്തത്തിനും അതുപോലെ തന്നെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും നമ്മൾ ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം സൂക്ഷിക്കണം. അത് കാരണം ചിലപ്പോൾ നിന്നിലുള്ള ഒരു അശ്രദ്ധ കാരണം ഒരു പക്ഷേ അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞിട്ടുള്ള അക്സറു മൻ യമൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് എത്തിക്കും, മരിപ്പിക്കുന്നതിലേക്ക്. തുദ്ഖിലു റജുലൽ ഖബ്റ, ഖബറിലേക്ക് പ്രവേശിപ്പിക്കുന്നതിലേക്ക് എന്ത് ചെയ്യും, നിന്റെ അശ്രദ്ധ കാരണം അതെത്തിക്കും. അപ്പോ ഇതാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ചില അടയാളങ്ങൾ. പിന്നെ പണ്ഡിതന്മാര് നമുക്ക് ഫായിദയായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഈ കണ്ണേറ് മനഃപൂർവ്വം കണ്ണെറിയുന്ന ആളുകള്, കണ്ണു വെക്കുന്ന ആളുകൾക്ക് അവർക്ക് ചില വിശേഷണങ്ങളുണ്ട്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണ്, സ്വാലിഹീങ്ങളിൽ നിന്നും പോലും എന്ത് സംഭവിക്കും, കണ്ണേറ് സംഭവിക്കും. അതിന് നമ്മൾ തെളിവാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെയും സഹൽ റളിയല്ലാഹു അൻഹുവിന്റെയും സംഭവം നമ്മൾ പറഞ്ഞില്ല. അവരൊക്കെ സ്വഹാബികളാണ്, അവരെന്താണ് സ്വർഗത്തിലായിട്ടുള്ള ആളുകളാണ്. അപ്പൊ എന്താണ്, സ്വാലിഹീങ്ങളിൽ നിന്നും സംഭവിക്കും. വെറും അസൂയാലുക്കളിൽ നിന്നും വൃത്തികെട്ട ആളുകളിൽ നിന്നും മാത്രം സംഭവിക്കുന്ന ഒന്നല്ല എന്ത്, ഈ കണ്ണേർ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു മനഃപൂർവ്വം കണ്ണുവെക്കുന്ന ആളുകൾക്ക് വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ പറയുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ ശ്രദ്ധയിൽപ്പെടുത്താണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, കണ്ണേർ എന്ന് പറയുന്ന കാര്യം ഒരിക്കലും കണ്ടാൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. അതായത് ഒരാൾ നേരെ കണ്ണുകൊണ്ട് കാണണം എങ്കിൽ മാത്രമേ ഉപദ്രവം ഉണ്ടാവുള്ളൂ, ശരിയല്ല അത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജ് സാലിക്കീനിൽ പറഞ്ഞതായിട്ട് കാണാം, ലാ യതവഖഫു അദൽ ആയിനി അല റുയ വൽ മുശാഹദ. ഈ കണ്ണേറ് കൊണ്ടുള്ള കണ്ണെറിയുന്നവന്റെ ഉപദ്രവം എന്ന് പറയുന്നത് അത് കണ്ടു കഴിഞ്ഞാലോ സാക്ഷ്യം വഹിച്ചാലോ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ബൽ ഇദാ വസഫ ലഹു ഷൈ അൽ ആയിൻ അൻ
അൽ ആഇനു അൽ ഗായിബ് അൻഹു വസല ഇലൈഹി അദാഹു. അതായത് അദൃശ്യമായുള്ള അവന് മുന്നിലില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അവനോട് ഇദാ വസിഫ ലഹു, അവനോട് വിശേഷിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ ആ ഒരു ഉപദ്രവം, അവന്റെ കണ്ണേറ് കൊണ്ടുള്ള ഉപദ്രവം എന്ത് ചെയ്യും, അവനിലേക്ക് എത്തും. അതായത് അവന്റെ മുന്നിലില്ലാത്ത കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അവൻ ആ സ്ഥലത്ത് പോയിട്ട് അതെത്തും. അപ്പോ നമ്മൾ ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യണം, മുന്നിലുള്ള ഒരു കാര്യം കണ്ടാൽ മാത്രം ഡയറക്റ്റ് മാത്രമല്ല സംഭവിക്കുക, മറിച്ച് നമ്മളിൽ നിന്നും ദൂരത്തായിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യും, നമ്മളിൽ നിന്നുള്ള കണ്ണേർ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് തട്ടും. അപ്പൊ നമ്മൾ എന്തും കൂടി ഇവിടുന്ന് മനസ്സിലാക്കണം, കണ്ണ് കാണാത്ത ഒരു അമ ആയിട്ടുള്ള അന്ധനായിട്ടുള്ള വ്യക്തിയിൽ നിന്നും പോലെ അപ്പൊ എന്ത് ചെയ്യും സംഭവിക്കുന്നത്. അവന് കണ്ണ് കാണുന്നില്ല, അവൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ പറഞ്ഞു പോയിട്ടുണ്ട്, സ്വാലിഹീങ്ങളിൽ നിന്നും മാത്രം മുഫ്സിദീങ്ങളിൽ നിന്നും മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല, മറിച്ച് സ്വാലിഹീങ്ങളിൽ നിന്നും ഈ കാര്യം സംഭവിക്കുന്നതാണ്. തൊയ് ബാറക്കല്ലാഹു ഫീക്കും. എന്തൊക്കെയാണ് അപ്പോ മനഃപൂർവ്വം കണ്ണ് വെക്കുന്ന ആളുകൾക്ക് പറയപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ? അതിൽ ഒന്നാമത്തെ വിശേഷണമാണ് ദാഇമു തസഖുത്ത്. അവർക്ക് എപ്പോഴും എന്തായിരിക്കും, ഒരു വെറുപ്പായിരിക്കും. അതായത് ഒന്നിലൊരു തൃപ്തി ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കൊക്കെ എന്തൊക്കെയാണോ ഖദറാക്കിയിട്ടുള്ളത് അതിലൊന്നും അവനക്ക് ഒരു തൃപ്തിയായില്ല. അവൻ എപ്പോഴും ഹസദ് വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും അസൂയാണ്. ഇവനക്ക് എന്താ അങ്ങനെ കിട്ടിയത്, എനിക്ക് കിട്ടിയില്ലല്ലോ, ഇവനക്ക് എന്താ അങ്ങനെ അങ്ങനെ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതിൽ ഒരു തൃപ്തി ഇല്ലാത്ത, ഖനാഅ എന്ന് പറയുന്ന സംതൃപ്തി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്ത ഒരു വ്യക്തി. അത് മനഃപൂർവ്വം കണ്ണുവെക്കുന്ന ആൾക്ക് ഉണ്ടാവുന്ന ഒരു വിശേഷണമാണ്. കാരണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ അള്ളാഹുലേക്ക് വിടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന പ്രവർത്തികളെ പറ്റി ചോദിക്കപ്പെടാൻ പാടില്ല, അവരാണ് ചോദിക്കപ്പെടുന്ന ആളുകൾ. അപ്പൊ അള്ളാഹു എന്താണ് ഇവനക്ക് ഇത്ര കൊടുത്തത്, ഇതെന്താ ഇവനക്ക് ഇത്ര കൊടുക്കാത്തത്, ഇവൻ ഇത്ര നിസ്കരിക്കുന്നുണ്ടല്ലോ, ഇവൻ ഇത്ര നോമ്പെടുക്കുന്നുണ്ടല്ലോ, ഇവൻ എന്താ വെളുത്തു പോയത്, ഇവൻ എന്താ കറുത്തു പോയത്, ഇവൻ ഹൈറ്റ് ഇല്ലല്ലോ, ചോദിക്കരുത്. ഇതെന്താണ് അള്ളാഹുവിന്റെ പ്രവർത്തികളിൽ എന്തുകൊണ്ട് ലിമ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം പാടില്ല, ഹറാമാണത്. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് എന്താണ്, അൽ ബുഖ്ലു വശുഹ്, അതായത് പിശുക്ക്. പിശുക്കന്മാരിൽ പൊതുവെ എന്തുകൊണ്ടാവും ഈ ഒരു സംഭവം ഉണ്ടാവും. ഷുഹും ബുഖലും തമ്മിൽ എന്തുണ്ട് വ്യത്യാസം? ചില പണ്ഡിതന്മാര്, ഇമാം ദഹബി റഹിമഹുല്ലാ, താവൂസ് റഹിമഹുല്ലാനെ തൊട്ടിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ബുഖൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് സ്വന്തത്തിൽ പിശുക്കാണ്, അവന്റെ ഇതിൽ തന്നെ ഭയങ്കര പിശുക്കനാണ്, അവന് കൊടുക്കാനൊക്കെ അത്രയും പിശുക്കുള്ള ഒരു വ്യക്തിയാണ്. ഷുഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടിയതാണ്, കുറച്ചും കൂടി മോശമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തത്തിലുള്ള കാര്യത്തിലും അതിയായ പിശുക്കാണ്, എന്നാൽ ബാക്കിയുള്ള ആരെയിൽ നിന്നും അതൊക്കെ പോവണം, അവരതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തപ്പി നടക്കുന്ന, അവരിലൊക്കെ ഭയങ്കര ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാണ് ആ ഒരു പ്രവർത്തിക്കാണ് എന്ത് പറയാ, ഷുഹ് എന്ന് പറയാം. പിന്നെ മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത്, വിശേഷണം എന്ന് പറയുന്നത് എന്താണ്, അൽ ഹിസ്സത്തു വൽ ഉം, അതായത് നീചതയും അതുപോലെ തന്നെ ക്ഷുദ്രതയും. അതായത് ജനങ്ങൾക്ക് എന്തില്ല, ജനങ്ങൾക്ക് ഖൈറുണ്ടാവാൻ അവന് ഇഷ്ടപ്പെടുകയില്ല. ഇവനക്ക് ഇപ്പൊ ഒരാള് കാർ വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനക്ക് തീരെ പിടിക്കില്ല. അല്ലെ ഇവന് പുതിയ ഫോൺ വാങ്ങി, അല്ലെ ഇവനിപ്പോ കുട്ടികൾ ഉണ്ടായി, അല്ലെ ഇവൻ ഖുർആൻ ഹാഫിളായി, അല്ലെ ഇവൻ തൊലവിലിൽ ഇവന് പോയി, ഇങ്ങനെയൊക്കെ ജനങ്ങൾ ഖൈറുണ്ടാവുന്ന കാര്യം ഉണ്ടായി ഇവൻ കേട്ട് കഴിഞ്ഞാൽ ഇവനക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ഇങ്ങനത്തെ ആളുകൾ പൊതുവെ ഇത് കണ്ണ് മനഃപൂർവ്വം വെക്കുന്ന ആളുകൾക്കുള്ള വിശേഷണങ്ങളിൽ പെട്ടതാണ്. പിന്നെ നാലാമത്തെ വളരെയധികം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് എന്ത്, കണ്ണേർ ഇങ്ങനെ മനഃപൂർവ്വം വെക്കുന്ന ആളുകളിൽ ഉണ്ടാവുന്ന ഒരു വിശേഷണമാണ് എന്ത് ചെയ്യും, ഈ ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ കണ്ണു വെക്കുന്ന ആളുകൾ, മനഃപൂർവ്വം കണ്ണു വെക്കുന്ന ആളുകൾ ഭയങ്കര പ്രയോഗങ്ങൾ ഉപയോഗിക്കും വരും. അത് സുബ്ഹാനല്ലാഹ്, അത് നമ്മൾ ഞെട്ടിപ്പോവും. ചിലപ്പോൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് സംഭവിക്കുന്ന സമയത്ത് ഇവരെവിടുന്നാണ് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ കൊണ്ടുവന്നതെന്ന് നമ്മൾ ചിന്തിച്ചോ. ഇപ്പൊ ചിലപ്പോ ഒരു കുട്ടി പ്രസവിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയൊരു കുട്ടീനെ കാണാൻ പോയി കഴിഞ്ഞാൽ പറയും, ഹായ് ഡോള് മാരിയുണ്ട് കാണാൻ, അല്ലെ പറയാണ് ബാബി ഡോളിനെ പോലെ ഉണ്ട്, പാവക്കുട്ടീനെ പോലെ ഉണ്ട്, യാ ഹിത്തക്കില്ല അല്ലെ യാ ഇത്തക്കില്ല. ഇതെന്താണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇതോ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്തിനാ ഇങ്ങനെ വർണ്ണിക്കാൻ പോകുന്നത്, അത് ആശ്ചര്യം ഉണ്ടായി, ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ പറയും എനിക്ക് ആശ്ചര്യം ഒന്നും ഉണ്ടായിട്ടില്ല, അത് കളവാണത്. പിന്നെ സാധാരണ പോലത്തെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ ബൊമ്മക്കുട്ടീനെ പോലെ ഉണ്ട്, ഡോളിനെ പോലെ ഉണ്ട് എന്ന് പറയാൻ നിൽക്കുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഇബാറാത്തുകൾ കൊണ്ടുവരാ, ഇങ്ങനെയുള്ള രീതിയിലുള്ള വിശേഷങ്ങൾ കൊണ്ടുവരാ, സാദൃശ്യങ്ങൾ കൊണ്ടുവരാ എന്ന് പറയുന്നത് അതെന്താണ്, അടയാളാണ്. ഇപ്പൊ നല്ല ഒരു വീട് കണ്ടുകഴിഞ്ഞാലും അറിയുന്നത്, ഓ കൊട്ടാരം വരെ ഉണ്ട്, അല്ല എന്തൊരു വൃത്തി, കയറി കിടക്കാൻ തോന്നുന്നു. അല്ലെ പറയാണ് നല്ല ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ പറയും, ഓ മിസൈൽ പോലെ ഉണ്ട്, അത്രയും വലുപ്പമുണ്ട്. മനസ്സിലായില്ലേ?
അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ചില ആളുകൾ പല പ്രയോഗങ്ങൾ ഉപയോഗിക്കും, പല രീതിയിൽ വർണ്ണിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഷെയ്ഖുന അബു അമ്മാർ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഒരു പട്ടി എന്ത് ചെയ്യാണ്, ഒരു കാറിന്റെ അടുത്ത് ടയർമേലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, മൂത്രിക്കാണ്. അങ്ങനെ നമുക്കറിയാം, നായ മൂത്രിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു കാല് ഉയർത്തും. അങ്ങനെ ഈ നായ കാല് ഉയർത്തിയിട്ട് മൂത്രിക്കുന്ന സമയത്ത് ഒരു വ്യക്തി പറയണത് അബി സിറ്റി എന്ന്, അതായത് 60 റിയാലിന് അടിക്കുന്നത്. അതായത് ഇയാൾ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിട്ടുള്ളത്, പെട്രോൾ അടിക്കുന്നതിനാണ്. അതായത് പെട്രോൾ അടിക്കുമ്പോൾ ഉള്ള ഫോഴ്സിൽ വരുന്ന പോലെ ആ ഫോഴ്സിൽ ഈ നായ മൂത്രിക്കുകയാണ്, അതിനോട് സാദൃശ്യപ്പെടുത്താണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നായ അപ്പം തന്നെ അവിടെ വീണ് ചത്തു. ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുള്ള ഷെറ് ചെറുതൊന്നല്ല. ഇപ്പൊ ചിലപ്പോ ഒരാൾ ജിമ്മിനൊക്കെ പോയിട്ട്, നമ്മൾ സഹോദരന്മാർക്ക് ഇടയിൽ പോലും സംഭവിക്കുന്ന കാര്യമാണിത്. ജിമ്മിനൊക്കെ പോയിട്ട് ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, നല്ല സൈസ് ആയിട്ടുണ്ടാവും, നല്ല മസിലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഓഫ് എന്താണത്, മരം പോലെ ഉണ്ടല്ലോ. സംഭവിക്കാറില്ലേ? സംഭവിക്കാറുണ്ട്. വേറെ ഇതെന്താ ഡംബൽസ് ഫിറ്റ് ചെയ്തോ ശരീരത്തില്? ഇതൊക്കെ എന്താണ്, വളരെ അധികം ഗൗരവമുള്ള കാര്യമാണ്. ഇത് നമ്മൾ നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. നീ കാരണം ചിലപ്പോൾ അവന് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. നമ്മൾ പറഞ്ഞോ, ഒരു പക്ഷെ അവൻ മരിക്കുന്നതിലേക്ക് വരെ എത്തും. അപ്പോ ഇത് കുറ്റുണ്ടാക്കുന്ന കാര്യമാണ്. ഷെയ്ഖുന യഹ്യ പറഞ്ഞിട്ടുള്ള എന്താണ്, ഇത് കുറ്റാണിത്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണിത്. അപ്പോ ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ പറ്റിയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം കണ്ണേറ് സംഭവിക്കുന്ന ആളുകൾ തന്നെ 2-3 തരത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില ആൾക്കാർ അവർക്ക് ചിലപ്പം അസൂയ ഉണ്ടെങ്കിൽ പോലും അവരൊന്നും സംസാരിക്കൂല. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അവരിൽ നിന്നും കണ്ണേറ് സംഭവിക്കൽ വളരെ കുറവായിരിക്കും. എന്നാൽ ചിലരെന്ത് ചെയ്യും, കണ്ണേറ് ഇങ്ങനെ കണ്ടിട്ട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യൂല. ഇങ്ങനത്തെ ആൾക്കാരിൽ നിന്നും എന്ത് ചെയ്യണം, അധിക അവസ്ഥയിലും കണ്ണേറ് തട്ടുന്നതാണ്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, കണ്ണേറ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതാക്കി കഴിഞ്ഞാൽ നേരെ തട്ടുന്ന ഒരു സംഭവമല്ല കണ്ണേറ്. അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഈ കണ്ണേറായിക്കോട്ടെ സിഹറായിക്കോട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലില്ലാതെ അത് സംഭവിക്കൂല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തില്. അപ്പോ ഇങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്യുക, കണ്ണേറിൽ നിന്നുള്ള കണ്ണേറ് ഉണ്ടാവുന്ന ആളുകളിൽ ഉണ്ടാവുന്ന അവസ്ഥകൾ. ചിലരെന്ത് ചെയ്യും, അവര് മിണ്ടാതിരിക്കും, അവരിൽ നിന്നും അധിക അവസ്ഥയിലൊന്നും ഉണ്ടാവില്ല. എന്നാൽ ചിലര് സംസാരിക്കും, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യില്ല. അങ്ങനെ അധിക ആൾക്കാരിൽ നിന്നും സംഭവിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെ ആശ്ചര്യം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഒരു ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനത്തെ അൽഹംദുലില്ലാഹ് അത് അള്ളാഹുവിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊരു ഈ കണ്ണേറ് സംഭവിക്കാതിരിക്കാനുള്ള ഒരു തടസ്സമാണ് ഇൻഷാ അല്ലാഹ്. തൊയ്യും. അപ്പൊ ഈ കണ്ണേറിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇനി ചികിത്സ നേടുക, അതാണ് അടുത്ത ചർച്ച. ഇത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 2 രീതിയിലാണ് ചികിത്സ. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് എന്താണ്, കണ്ണേറ് തട്ടുന്നതിന് മുമ്പുള്ള ചികിത്സയാണ്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നതാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കാന്ന് പറയുന്നത്, സംരക്ഷണം എടുക്കാന്ന് പറയുന്നതാണ് എന്ത്, ചികിത്സിക്കുന്നതിനേക്കാളും ഉത്തമം. ഇതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് കണ്ണേറ് തട്ടാതിരിക്കാൻ തന്നെ ആദ്യം തന്നെ ശ്രമിക്കുക. കണ്ണേറ് വന്ന് തട്ടാതിരിക്കാൻ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കണ്ണേറായിക്കോട്ടെ സിഹറായിക്കോട്ടെ മസ്സായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഇതിലെന്ത് ചെയ്യണം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് കണ്ണേറിന്റെ ഷെറ് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് ഏറ്റവും ആദ്യം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അള്ളാഹുവിന്മേൽ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവന് മതിയാവുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പ്രൊട്ടക്ട് ചെയ്യും. എന്തിനാണ് നമ്മൾ പേടിക്കേണ്ട ആവശ്യം, ഒരാവശ്യമില്ല. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹു സുബ്ഹാനഹു വ തആല മതിയാവുന്നവനല്ലേ അടിമക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളമാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറയുന്നു, വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സിഹറിന്റെ ആയത്ത് പറഞ്ഞ സമയത്ത് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് എന്താണ്, അള്ളാഹുവിന്റെ കൂടിയല്ലാതെ അവർ ഒരു ഉപദ്രവം വരുത്തുന്നവരല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ എന്ത് ചെയ്യുക, ഭാരമേൽപ്പിക്കുക. നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ വസ്വാസ് അടിച്ച് എനിക്ക് കണ്ണറ് തട്ടും, എനിക്ക് മസ് തട്ടും, എനിക്ക് സേറ് തട്ടും എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട. നമ്മള് ഈ സബബുകൾ, ഈ കാരണങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരാം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അൽ മുവാദബ അലൽ അദ്കാർ. അദ്കാറുകൾ സ്ഥിരമായിട്ട് ചൊല്ലാം, പ്രത്യേകിച്ച് രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റുകൾ. ഇപ്പൊ ഞാൻ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരൊക്കെ ഇന്ന് രാവിലത്തെ ദിക്റുകൾ ചൊല്ലി?
എത്ര ആൾക്കാർ ഞാൻ ചൊല്ലി ഫുള്ളായിട്ടെന്ന് പറയും. നമ്മൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കാം. ഈ അദ്കാറുകൾ എന്ന് പറയുന്നത് വളരെ മുഹിമാണ്, വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകൾക്കും ഈ അദ്കാറിനെ പറ്റി അറിയാൻ എപ്പോഴായിരിക്കും അറിയോ, ഇങ്ങനെ എന്തെങ്കിലും ബാധിച്ചാലായിരിക്കും. അപ്പൊ അവർ മനസ്സിലാവും, ഇങ്ങനെ ഇവർ തട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഈ തട്ടിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ, അറിവുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നത്, നീ അദ്കാർ ചൊല്ലിട്ടുണ്ടായിരുന്നോ, അദ്കാർ ചൊല്ലണ്ടേനോ, അപ്പോൾ ഇല്ല, അദ്കാർ എന്താ സംഭവം, അപ്പൊ എന്താണ്, അപ്പോഴായിരിക്കും ചിലപ്പോൾ അവനറിയാം. അപ്പോ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിസ്മില്ലാഹി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിന്റെ നാമത്തോടെ എന്താണ്, ഒരു കാര്യം ഉപദ്രവം വരത്തില്ല. ആകാശത്തിലായിക്കോട്ടെ ഭൂമിയിലുള്ളതായിക്കോട്ടെ, അള്ളാഹു എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനും അറിയുന്നവനാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരെങ്കിലും ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ, ബുഖാരി മുസ്ലിമുള്ള ഹദീസാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസിൽ പറഞ്ഞത് എന്താണ്, വകാനത് ലഹു ഹിർസൻ മിനശ് ശൈത്താൻ ഫീ യൗമിഹി ദാലിക്. അവൻ ആ ദിവസം മുഴുവനും ഷെയ്ത്താനിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ്, ഷെയ്ത്താനിനുള്ള ഷെറുകളിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് മാറുന്നതാണ്. അപ്പൊ നമ്മൾ ആരൊക്കെ അദ്കാറുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക. അപ്പൊ ഈ അദ്കാറുകൾ വളരെ മുഹിമാണ്. അപ്പൊ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മളെ കുട്ടികളുടെ കാര്യമാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, അദ്കാർ പോലും ചൊല്ലാൻ അറിയാത്ത കുട്ടികൾ, അവരുടെ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ രണ്ടുപേരും ഇതുപോലെ തഅവീദ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ തേടാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നത് എന്താണ്, ഉഈദുകുമാ ബികലിമാതില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ദുആ പഠിച്ചു വെക്കുക. എന്നിട്ട് മാതാപിതാക്കൾ എന്ത് ചെയ്യുക, ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അതായത് ഈ തഅവീദ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. ഇതാണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. പിന്നെ വല്ലപ്പോഴും എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് റുക്യ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കയ്യിൽ ചെറിയ രീതിയിൽ ഉമിനീര് വരുന്ന രീതിയിൽ സ്പ്രേ പോലെ തുപ്പിയതിന് ശേഷം എന്ത് ചെയ്യുക, അവർക്ക് തടവി കൊടുക്കുക. ഇത് കുട്ടികളുടെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇന്ന് കുട്ടികൾക്ക് ബാധിക്കുന്ന ഷെറുകൾ വളരെ കൂടിയിട്ടുണ്ട്. അപ്പൊ നീ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതായിരിക്കും ആ കുട്ടികൾക്ക് എന്തെങ്കിലും യാതൊരുമില്ല എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ആ കുട്ടികളായിട്ട് ഈ ഡോക്ടർ, ആ ഡോക്ടർ, ഈ ഹോസ്പിറ്റൽ, മറ്റു ഹോസ്പിറ്റൽ, ഈ സ്കാനിങ്, മറ്റേ സ്കാനിങ്, അതിന് പിന്നാലെ പോകുന്നേക്കാൾ എത്രയോ എളുപ്പം നിനക്ക്. അപ്പൊ നീ ആദ്യം തന്നെ ഇത് ചെയ്തോ, അതാണ് ഏറ്റവും നല്ലത്. നീ കുറച്ച് വായിക്കാനൊക്കെ, അദ്കാറൊക്കെ കുറച്ച് വായിക്കാനൊക്കെ അറിയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഇവരെ ഇതുപോലെയുള്ള കാര്യങ്ങൾ അദ്കാറുകൾ പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യുക, വളരെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ദിക്റുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ചിലത് എന്ത് ചെയ്യുക, ഒരു പേപ്പറിലെങ്കിലും എഴുതി കൊടുക്കുക, അവരെ പോക്കറ്റിൽ ഇടിപ്പിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് സ്ഥിരമായിട്ട് രാവിലെ വൈകുന്നേരം എന്ത് ചെയ്യുക, ഇത് ചൊല്ലിപ്പിക്കുക. അപ്പൊ അദ്കാറുകൾ മൊത്തത്തില് ഉറക്കത്തിന് മുന്നുള്ളതാണെങ്കിലും വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്താണെങ്കിലും അതൊക്കെ വളരെ മുഹിമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, ബാറക്കല്ലാഹു ഫീക്കും, ഇങ്ങനെ എന്തെങ്കിലും കണ്ണേറ് വന്ന് തട്ടിയോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യട്ടെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, കണ്ണേറ് ഇന്ന വ്യക്തിയിൽ നിന്നൊന്നും ഉണ്ടായി, കണ്ണ് തട്ടി തോന്നുന്നുണ്ട്, വെറുതെ ഒരു ഊഹം മാത്രമല്ല, ഇവന്റെ സംസാരത്തിൽ നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, കണ്ണേറാവാൻ വളരെ സാധ്യത ഉണ്ട് തോന്നാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവനോട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. എന്നിട്ട് പറയാം, അഹി അല്ലാഹുമ്മ ബാരിക് എന്ന് പറയും. അതിനൊരു മടി കാണിക്കണ്ട. അത് പറയാനും എന്ത് ചെയ്യണ്ട, ഈ പറഞ്ഞവനൊരു മടി കാണിക്കണ്ട. കാരണം നിനക്കത് പറയൽ ഫ്രീ ആണ്. അതിനേക്കാളപ്പുറം നമ്മൾ ചിന്തിച്ചു നോക്കാം, എന്താ ആ ഇപ്പൊ കണ്ണേറ് തട്ടിയോ എന്ന് പേടിക്കുന്ന വ്യക്തി, നീ എങ്ങനെ ആ അല്ലാഹു മുബാരിക് എന്ന് പറഞ്ഞിട്ടില്ല, അവൻ എപ്പോഴും നിന്നോടൊരു വിഷമം ഉണ്ടാവും, എപ്പോഴും നിന്നോടൊരു ദേഷ്യം ഉണ്ടാവും. അപ്പൊ അവന്റെ മനസ്സിന് സമാധാനപ്പെടുത്താനെങ്കിലും മുറാഅത്തുൽ മശായിറോ തത്തീബുൻ നഫ്സിന്റെ ബാബിലെങ്കിലും നീ എന്ത് ചെയ്യും, അവന്റെ വികാരങ്ങളെ പരിഗണിച്ചുകൊണ്ടെങ്കിൽ നീ അല്ലാഹു മുബാരിക് എന്ന് പറയും. പക്ഷെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വെറുതെ ഒരു കാര്യമില്ലാണ്ട് അല്ലാഹു മുബാരിക് പറയുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. പക്ഷെ അവന് അതുകൊണ്ട് പ്രയാസം ഉണ്ടായി നിനക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കണ്ണേറ് തട്ടാൻ സാധ്യത ഉണ്ടെന്ന് നീ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു മുബാരിക് എന്ന് പറഞ്ഞോ, ഫ്രീ അല്ലേ, അത് പറഞ്ഞു. അത് കാരണം ഒരു ഷെർ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര കുറ്റം നിനക്ക് കിട്ടും, അത് നീ ചിന്തിക്കുക. അപ്പൊ നീ എന്ത് ചെയ്യുക, നീ അല്ലാഹു മുബാരിക് എന്ന് പറയാം. ഇവിടെ മാഷാ അല്ലാഹ് പറഞ്ഞാൽ ശരിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാല് ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും വേറെ ആളിൽ എന്തെങ്കിലും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് തന്നെ പറയണം. അതായത് ബറക്കത്തിന് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ബാരിക് ഫീഹി, അല്ലാഹു യുബാരിക് ഫീക്, അല്ലാഹു യുബാരിക് ഫീഹിം. അങ്ങനെ എന്ത് ചെയ്യണം, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ സ്വന്തത്തിലാണെന്നുണ്ടെങ്കിലോ, ഫസ്റ്റ് തെളിവ് വന്നപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, സഹൽ റളിയല്ലാഹുവിന്റെയും ആമിർ റളിയല്ലാഹുവിന്റെയും സംഭവം, അലാ ബറക്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിങ്ങൾക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തുകൂടായിരുന്നോ? എന്നാൽ സ്വന്തത്തിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവുന്നതാണ് ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള തെളിവ് എന്താണ്, സൂറത്തുൽ കഹ്ഫിലുള്ള സംഭവമാണ്. ആ രണ്ട് വ്യക്തികളുടെ സംഭവം. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്, വലൗലാ ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ.
അപ്പൊ അവിടെ സ്വന്തത്തിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മാഷാ അല്ലാ തബാറക്കല്ലാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയാവുന്നതാണെന്നാണ് ഷെയ്ഖ് ഉദൈമി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അത് നല്ലൊരു വിശദീകരണമാണത്. എന്നാ വെറുതെ തബാറക്കല്ലാ എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവോ? മതിയാവില്ല. ചില ആൾക്കാർ പറയുന്നത് എന്താണ്, തബാറക്കല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര അനുഗ്രഹീതനായിട്ടുള്ളവനാണ്, ഉത്തമനായിട്ടുള്ളവനാണെന്ന് അർത്ഥം. തബാറക്ക എന്ന് പറഞ്ഞ ഫേൽ തന്നെ എന്താണ്, ഫേൽ ലാസിമ എന്നാണ് പറയുന്നത് പണ്ഡിതന്മാർ. ലാസിം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിൽ പോയി തട്ടൂല. നമ്മൾ ദുആ ചെയ്യുന്നത് എന്താണ്, ബാറക്കല്ലാഹു എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നിലേക്ക് പോയി തട്ടിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ലാഹുമ്മ ബാരിക് എന്ന് പറയുന്നത് വേറെ ഒന്നിൽ പോയി തട്ടും. പക്ഷെ തബാറക്ക എന്ന് പറഞ്ഞിട്ടുള്ള ക്രിയ എന്ത് ചെയ്യില്ല, വേറെ ഒന്നിൽ പോയിട്ട് തട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ മറ്റൊരു എന്താണ്, നമ്മള് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ പെട്ടതാണ് എന്ത്, നീ കണ്ണേർ ബാധിക്കുമെന്ന് ഭയപ്പെടുന്ന വിഷയങ്ങൾ നീ എന്ത് ചെയ്തോ, മറച്ചു വെച്ചോ. അതാണ് എല്ലാം കൊണ്ട് ഹൈർ നിനക്ക്. നിനക്കിപ്പോ ആർക്കൊന്നും കിട്ടാത്ത ഒരു ഹൈറായിട്ടുള്ള കാര്യം അത് നിനക്ക് കിട്ടി, ഞാൻ എന്ത് ചെയ്യണ്ട, ആൾക്കാരെ പറഞ്ഞ് നടക്കണ്ട. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എല്ലാം വെറുതെ ആരെങ്കിലും പോയിട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ചെറു പിന്നെ ഉണ്ടാവും. ഇത് പുരുഷന്മാരും സംഭവിക്കുന്ന കാര്യമാണ്. അതിന് നിൽക്കണ്ട. നീ കണ്ണേറിന് ഭയപ്പെടുന്നുണ്ട്, അത് ഒഴിവാക്കിക്കോ. ഇതിന്റെ അർത്ഥം എന്തുമല്ല നമ്മൾ എല്ലാം കണ്ണേർ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണം, അതുമല്ല. അപ്പൊ ഷെയ്ഖ് അബ്ദുൽ അസീസ് അറാജി ഹഫിദുല്ലാഹ് സൗദിയിലുള്ള പണ്ഡിതനാണ്. അദ്ദേഹത്തിനോട് നമ്മൾ ഒരിക്കലും ചോദിച്ചിരുന്നത്, ചില വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് നല്ല ഡ്രസ്സൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ പറയണം, വീട്ടിൽ മാത്രം നല്ല ഡ്രസ്സ് ഇടും, പുറത്തു പോകുന്ന സമയത്ത് പഴയ ഡ്രസ്സ് ഇട്ട് കൊടുക്കും. അപ്പൊ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, കണ്ണേറാണ്. ഷെയ്ഖ് പറഞ്ഞത് ശരിയല്ല. കാരണം എന്താണ്, അവൻ നല്ല വസ്ത്രം ധരിപ്പിക്കട്ടെ കുട്ടികളെ, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തഅവീദ് ചെയ്യട്ടെ, എന്നിട്ട് റുഖ്യ ചെയ്യട്ടെ, എന്നിട്ട് അവർ പോട്ടെ. അതാണ് എന്ത് ശരിയായിട്ടുള്ള രീതി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള നിഅമത്തുകള്, അതിന്റെ അടയാളങ്ങൾ കാണുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. അപ്പോ ഇതെന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചികിത്സ എന്തായിരുന്നു, ഇതിന് മുന്നേ ഉള്ളതായിരുന്നു. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണേർ തട്ടിയതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കണ്ണേർ തട്ടിയിട്ടുള്ള ആളിൽ നിന്നും വുദു ആവശ്യപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവന് ഫുള്ളായിട്ട് വുദു എടുത്തു കൊടുക്കുക. എന്തിന്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് പോലും തുപ്പിക്കളയുന്നത് പോലും അത് ആവശ്യമാണെന്നാണ്. അതെന്ത് ചെയ്യുക, ഒരു ബക്കറ്റിലേക്കോ എന്തിലേക്കെങ്കിലും ആക്കിയിട്ട് കുപ്പിയിലാക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ വെള്ളം എന്താണ് കണ്ണേർ തട്ടിയെന്ന് വിചാരിക്കുന്ന കണ്ണേർ തട്ടിയ ആൾക്ക് എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് അവൻ എന്ത് ചെയ്യുക, അതിൽ കുളിക്കുക. അതെന്ത് ചെയ്താണ്, സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ ഹദീസിൽ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തേതാണ് എന്ത്, റുഖ്യ അശ്ശറഇയ്യ. അതായത് നമുക്ക് നിയമമാക്കിയിട്ടുള്ള രീതിയിലുള്ള റുഖ്യ ചെയ്യുക. റുഖ്യ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഇതിനുള്ള ഒരു ചികിത്സയാണ്. അപ്പോ ഇവിടെ നമ്മൾ റുഖ്യന്റെ കൂടെ നമ്മൾ ഇങ്ങനത്തെ തട്ടിയിട്ടുള്ള ആളുകൾക്ക്, കണ്ണേർ പോലെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ തട്ടിയെന്ന് ഭയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് ഏകദേശം മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്യണം, കുറച്ച് വിഷയങ്ങളിൽ നല്ലോണം ശ്രദ്ധിക്കണം. അതിൽ പെട്ടതാണ്, അത് നല്ല രീതിയിൽ ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിൽ പെട്ടതാണ് ബാറക്കല്ലാഹു ഫീക്കും തേന്, പിന്നെ കരിഞ്ജീരകം, അതിന്റെ ഓയിൽ ആയിക്കോട്ടെ, അതിന്റെ സീഡ്സ് ആയിക്കോട്ടെ. അതുപോലെ തന്നെയാണ് ഷദാബ് എന്ന് പറഞ്ഞാല് അരുത എന്ന് പറയുന്ന ഒരു ചെടിയാണത്. ഷദാബ് എന്ന് പറയുന്ന സംഭവം വളരെയധികം എന്താണ് അറിയപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ഇതിന് വളരെയധികം ഉപയോഗിക്കുന്ന കാര്യമാണ്. പിന്നെ ജെയ്തൂൻ എന്ന് പറഞ്ഞാൽ ഒലീവ് ഓയിൽ, പിന്നെ കുസ്തൽ ഹിന്ദി, ഇതൊക്കെ എന്താണ് സിദിറിന്റെ ഇലകൾ, ഇതൊക്കെ റുഖ്യ ചെയ്തിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ മുഫീദായിട്ടുള്ള സംസം വെള്ളം, ഇതൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. ഇത് കുറച്ച് വലിയ വിഷയമാണ്, അതുകൊണ്ട് എന്താണ് കുറച്ച് നീണ്ടുപോയതാണ്. പക്ഷെ ഈ ഒരു അവസാനം ഇൻഷാ അല്ലാഹ് ഇതിന് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുള്ള, പല ആളുകൾക്കും ചെയ്തിട്ട് നല്ല ഉപകാരം ഉണ്ടായിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെയുള്ള, ഒരു കുറിപ്പ് പോലെയുള്ള സംഭവമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഷെയ്ഖ് അൻവർ റിഫായി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഇത് ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ടത്, ശരിക്കും ഈ പറയാൻ പോകുന്ന ഒരു രീതിയിലുള്ള ചികിത്സ എന്ന് പറയുന്നത് ഖുറാനിലോ സുന്നത്തിലോ പ്രത്യേകമായിട്ട് വന്നതല്ല. പക്ഷെ ഖുറാനിൽ നമുക്ക് എന്താണ് ദീനിൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ത്, മാലം യക്കുൻ ഷിർക്കാൻ ലാ ബഅസ ബിർ റുഖ്യ മാലം യക്കുൻ ഷിർക്കാൻ. ഷിർക്കല്ലാത്ത എല്ലാ റുഖ്യകളും എന്താണ് കുഴപ്പമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിന്റെ ദിക്റുള്ള ഖുർആൻ കൊണ്ടുള്ള ചികിത്സകൾ എന്താണ്, അത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ പറയാൻ പോകുന്ന ചികിത്സ 7 ദിവസത്തേക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിഇദ്നില്ലാ വളരെയധികം ഉപകാരം ഉണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തു നോക്കാം. നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറട്ടെ ബിഇദ്നില്ലാ. അതിന് നമുക്ക് ആവശ്യമുള്ളത് 4 കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യമാണ് ഷബ്ബുൽ ഫവാദ് എന്ന് പറയുന്ന സംഭവം. ഷബ്ബുൽ ഫവാദ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടില് പണ്ടൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ
പുരുഷന്മാർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഒരു വെള്ളക്കല്ല്, ആലം എന്ന് പറയും, അതിനാണ് എന്ത് പറയാ, ഷബ്ബുൽ ഫുവാദ് എന്ന് പറയാം. അത് പൊടിച്ചത് എന്താണ് ആവശ്യമുണ്ട്. എത്രയാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി എടുത്തിട്ട് അങ്ങനെ 7 പ്രാവശ്യം എടുക്കാൻ, 7 ദിവസത്തെ കുളിയാണ്, ഓരോ ദിവസവും ഓരോ പിടി ആവശ്യമാണ്. അത്ര കണക്കിൽ എന്ത് വേണം, ഷബ്ബുൽ ഫുവാദ് വേണം. രണ്ടാമത്തത് എന്താണ്, ഉപ്പാണ്, പൊടിച്ച ഉപ്പ്, അതും ഇതേപോലത്തെ കണക്കിൽ. മൂന്നാമത്തത് എന്താണ്, സിദിറിന്റെ ഇല, സിദിർ മരത്തിന്റെ പച്ച ഇലകള്. എത്ര എണ്ണം, 7 എണ്ണം. അതായത് ഒരു ദിവസത്തെ കുളിക്ക് 7 എണ്ണമാണ്. ഇതെന്താണ്, കുളിക്കാൻ പോവാണ് ഇതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അവസാനത്തെ കാര്യമാണ് എന്ത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അരുദ എന്ന് പറയുന്ന സംഭവം. അത് എന്താണ്, പുറത്തൊക്കെ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്താണ് ഷദാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിന്റെ ഇലകളാണ് നമുക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ജ്യൂസ് ആക്കിയിട്ടുള്ള ഒരു ഫോം. അത് എന്തോ ആവശ്യമുണ്ട് നമുക്ക്, ഇതുപോലെ 7 ദിവസത്തേക്കുള്ളത് ആവശ്യമുണ്ട്. അപ്പൊ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഒരു കുളിക്കാനുള്ള, ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ കാസ പോലത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പിടി ഷബ്ബുൽ ഫുവാദ് ഇടാ, ഈ ആലം പൊടിച്ചതിടാ, ഒരു പിടി ഉപ്പിടാ, 7 സിദറിന്റെ ഇലകൾ ഇടാ, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഷദാബ്, ഈ അരുദ എന്ന് പറയുന്ന പൂവിന്റെ, അത് ചിലപ്പോൾ പൂവായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റെം ആയിട്ടെങ്കിലും കിട്ടും, പച്ച കളറുള്ള പൊടി പോലെയുള്ള സാധനം കിട്ടും. അതും എന്ത് ചെയ്യുക, പൊടി പോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഓരോ പിടി വെച്ചിട്ട് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യുക, കലക്കുക. അപ്പൊ ഏകദേശം അതിന്റെ ഒരു കളർ, ഒരു പച്ച കളർ പോലെയുള്ള ഒരു കളറായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ എന്ത് ചെയ്യുക, ഓതുക. സൂറത്തുൽ ബഖറ ഓരോ പേജും ഓതിയതിനു ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഒരു സ്പ്രേ പോലെ ഉമിനീര് വരുന്ന രീതിയിൽ അതിലേക്ക് തുപ്പുക. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള റുക്കിയയിൽ ഷെയ്ഖ് ഫൗസാനൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ആയത്തിലാണ്. അതെന്താണ് കുറച്ച് ദൈർഘ്യമായി പോകും. എന്തായിരുന്നാലും ഒരു പേജ് കഴിയുമ്പോഴോ 1.5 പേജ് കഴിയുമ്പോഴോ 2 പേജ് കഴിയുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഇതിൽ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത് ഓരോ പേജ് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ഒറ്റ ഇരിപ്പിൽ തന്നെ എന്ത് ചെയ്യുക, ഖുർആൻ ബഖറ, സൂറത്തുൽ ബഖറ ഫുള്ളായിട്ട് ഓതുക. കാരണം സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞാൽ എന്താണ്, അഖ്ദുഹാ ബറക വതർകുഹാ ഹസ്റ, അത് എടുക്കൽ ബറക്കത്താണത്. അത് ഒഴിവാക്കാന്ന് പറയുന്നത് നഷ്ടമാണത്. എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാ യഖറബുഹൽ ബതല, അതായത് ലാ യസ്തതിഉ അൽ ബതല, ഇത് സാഹിറന്മാർക്ക്, മാരണക്കാർക്കൊന്നും അടുക്കാൻ പറ്റില്ല ബഖറ ഓതി കഴിഞ്ഞാൽ. ബഖറിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പോ ഇങ്ങനെ എന്ത് ചെയ്യാം, ഈ മിക്സ് ആക്കിയിട്ടുള്ള വെള്ളത്തിലേക്ക് ഊതിയിട്ട് എന്ത് ചെയ്യാം, ബഖറ, സൂറത്തുൽ ബഖറ ഫുള്ളായിട്ട് ഓതി തീർക്കുക. എന്നിട്ട് ഈ റുക്യ ചെയ്തിട്ടുള്ള വെള്ളം ആയിട്ട് ബാത്റൂമിലേക്ക് പോവാം. അത് റുക്യ ചെയ്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം അത് വെള്ളത്തിന്റെ ഉള്ളിലുള്ള സംഭവമാണ് എന്താ റുക്യ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഒരാൾ ഖുർആൻ ഹിഫ്ളാക്കിയിട്ട് ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതല്ലേ, അതുപോലെ തന്നെ ഇതുകൊണ്ട് എന്തില്ല, പ്രശ്നമില്ല. അങ്ങനെ അവന് ഈ ബാത്റൂമിലേക്ക് പോവാ, എന്നിട്ട് എന്ത് ചെയ്യുക, അവൻ ആ വെള്ളം കൊണ്ട് കുളിക്കുക. എന്നിട്ട് അവൻ ആ ദിവസത്തിൽ തന്നെ എന്ത് ചെയ്യണം, രാത്രി ആയി കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അരുദ, ഈ ഷദാബിന്റെ ഓയിൽ കിട്ടും, അതുപോലെ തന്നെ ജെയ്ത്തൂൻ ഒലീവ് ഓയിൽ, പിന്നെ ഹബ്ബത്ത് സൗദന്റെ ഓയിൽ, അതായത് കരിഞ്ജീരകത്തിന്റെ ഓയിൽ, ഈ 3 ഓയിലുകളും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ശരീരത്തിൽ മൊത്തത്തിൽ പുരട്ടുക. ഇത് കണ്ണറായിക്കോട്ടെ, സിഹറായിക്കോട്ടെ, മസ്സായിക്കോട്ടെ, ഇങ്ങനത്തെ പൈശാചികമായിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഇൻഷാ അല്ലാഹ് ഷിഫ കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് വിശ്വസിച്ചാൽ മതി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഷിഫ ഉള്ളത്. ഇതിലെന്ത് ചെയ്യുക, തുടരാം. ഇതിന് 7 ദിവസം കൊണ്ട് ഫലം കിട്ടിയിട്ടില്ലെങ്കിലോ ചില ആളുകൾക്ക് അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിനുശേഷം ഫലം കിട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ നമ്മൾ ഈ ഒരുപാട് ഈ സ്കാനിങ്ങിന്റെയും ഇതിന്റെയും അതിന്റെയൊക്കെ പിന്നിൽ പോകുന്നതിന് പകരം ഏകദേശം ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലെന്ത് ചെയ്യുക, ശ്രദ്ധ കൊടുക്കുക. ഇത് വളരെ മുഫീദായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള വേറൊരു സംഭവം ഉണ്ട്, സംസം വെള്ളം. അത് കുറച്ചും കൂടി എളുപ്പമാണ്. സംസം വെള്ളത്തിൽ എന്ത് ചെയ്യുക, ഫാത്തിഹ ഓതിയിട്ട് ഡെയിലി കുടിക്കുക. ഫാത്തിഹ ഓതിയിട്ട് റുക്കിയ ചെയ്തിട്ട് ഡെയിലി കുടിക്കുക. പിന്നെ ഷെയ്ഖ് അമ്മാർ പറയുന്ന വേറെ സംഭവം ഉണ്ട്, യാസർ അദനി ഹഫിദുല്ലാഹ്. ഇതും കുറച്ചും കൂടി സിമ്പിൾ ആണ്. എന്താണ്, ഒലീവ് ഓയിൽ എടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും ബാധിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ശരീരം മുഴുവനും എന്ത് ചെയ്യുക, ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതിയിട്ട്, അതുപോലെ തന്നെ മുഅവ്വിദാത്തുകൾ, ഫലക്ക്, നാസ്, ഇഖ്ലാസ്, ഈ 3 സൂറത്തുകൾ. പിന്നെ വഇയകാദുൽ ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്ത്, ലമ്മാ സമിഉ ദിക്റ വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, ഈ ആയത്തുകൾ 3 പ്രാവശ്യം. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും 3 പ്രാവശ്യം ഓതിയിട്ട് ഈ ജെയ്ത്തൂനിൽ റുക്കിയ ചെയ്യുക, ശരീരത്തിൽ മുഴുവനും പുരട്ടുക. ഇതൊക്കെയാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കുറച്ച് ദൈർഘിച്ചിട്ടുണ്ട്, ക്ഷമ ചോദിക്കുകയാണ്. ഇത് എന്താണ്, ഇതിനേക്കാളും വിശാലമായിട്ടുള്ള വിഷയമാണ്. കാരണം ഇനിയിപ്പോ പറയാൻ പറ്റുന്ന വേറെ പല വിഷയങ്ങളുണ്ട്. എന്താണ്, കണ്ണേറിൽ നിന്നും രക്ഷയാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്ന വിഷയങ്ങളുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും, കൊമ്പ് വെക്കും,
ചില ആൾക്കാർ ചെരുപ്പ് തൂക്കിയിടും. ചില ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, വയലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചട്ടിയൊക്കെ തലയിൽ വെച്ചിട്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ചെന്നായന്റെ എല്ല് വെക്കും. ചില ആൾക്കാർ ഖുറാന് തൂക്കിയിടും. ഇതൊന്നും എന്തല്ല ശരിക്കും കണ്ണെറിനൊന്നും തടയുന്ന കാര്യങ്ങളെയല്ല, ചിലത് ശിർക്കിലേക്ക് എത്തുന്ന കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഷർറുകളിൽ നിന്നെല്ലാം നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. വഹാദ വല്ലാഹു സുബ്ഹാനഹു വ തആല അലം. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.